അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത ഈ 5 കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. 5 കാര്യങ്ങൾ നിങ്ങൾ ആരുമായി പങ്കുവെക്കരുത്. അത് നിങ്ങളെ തളർത്തുകയും തകർത്തുകയും ചെയ്യും. അതിൽ ഒന്ന് സാമ്പത്തിക സ്ഥിതി. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നാം ആരുമായി പങ്കുവെക്കരുത്. നാം വലിയ ആണ് എന്ന് അറിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളെ സ്വാർത്ഥമായി അവർ സ്നേഹിക്കും. അവർക്ക് കൃത്യമായി നാം അവരുടെ സ്നേഹത്തിനെ പരിഗണിക്കാതിരുന്നാൽ പിന്നെ അവർ ശത്രുക്കളാകും. അതുപോലെ നാം ദരിദ്രനാണ് എന്നറിഞ്ഞാൽ അവർ നമ്മെ പുച്ഛമായി കാണും. ഒരിക്കലും നമ്മുടെ സാമ്പത്തിക രഹസ്യം നാം ആരോടും ഒരിക്കലും പറഞ്ഞു പോകരുത്. നമുക്ക് സമ്പത്തുണ്ടെന്ന് പറയുമ്പോൾ പലരും പല വിധത്തിലുള്ള ഇന്ന കാര്യത്തിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾ വലിയ സമ്പന്നനാകുമെന്ന് പറഞ്ഞ് നമ്മുടെ പണം തട്ടിയെടുക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക രഹസ്യം ഒരാളോടും തുറന്നു പറയരുത്. അതോടൊപ്പം രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത് നേരിട്ട അപമാനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ നേരിട്ട അപമാനങ്ങൾ നാം മറ്റുള്ളവരുമായി പറഞ്ഞാൽ തീർച്ചയായും അവർ അത് കേട്ട് ആസ്വദിക്കുകയും ഒരു കാലത്ത് നാം വലിയ വിജയത്തിലേക്ക് എത്തിയാൽ ആ അപമാനത്തെ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മെ പരിഹസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാം നേരിടുന്ന അപമാനങ്ങൾ ഒരാളോടും പറഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് സംഭവിച്ചിരിക്കാം. നമ്മളെ നോവിച്ച നമ്മൾക്ക് നൊമ്പരങ്ങൾ അനുഭവപ്പെട്ട പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ആ സംഭവങ്ങൾ നാം നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി നാം പങ്കുവെക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വൻ വിജയത്തിലേക്ക് നാം എത്തുമ്പോൾ നാം നേരിട്ട ആ പരിഹാസങ്ങളും ആ അപമാനങ്ങളും മറ്റുള്ളവരുമായി അവർ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതേപോലെ മൂന്നാമത്തൊരു കാര്യമെന്ന് പറയുന്നത് ഭാവി പദ്ധതികൾ. നാം ഭാവിയിൽ ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ടാകാം. ആ പദ്ധതികൾ നാം മറ്റുള്ളവരുമായി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായി നാം ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായും അപകടമുണ്ടാകും. കാരണം ആ പദ്ധതിയിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും വിലക്കാൻ വേണ്ടി അവർക്ക് ചിലപ്പോൾ അത് അസൂയയായി തോന്നും. ആ അസൂയ കാരണം അവർ അതിൽ നിന്ന് നമ്മെ തള്ളാൻ വേണ്ടി, കാരണം അവൻ വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയം കൊണ്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ പറഞ്ഞ് അതിൽ നിന്ന് നമ്മെ തള്ളാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഭാവിയിലുള്ള പദ്ധതികൾ നാം ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. അത് പൂർത്തിയായതിൻ്റെ ശേഷം ആ പദ്ധതി തന്നെ സംസാരിക്കാൻ തുടങ്ങും. നാം ചിലപ്പോൾ മൗനമായി ഇങ്ങനെ ആ പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾ പലതും പറഞ്ഞേക്കാം. പക്ഷേ ആ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ പദ്ധതി പിന്നെ സംസാരിക്കാൻ തുടങ്ങും. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബരഹസ്യങ്ങൾ, കലഹങ്ങൾ ഒരിക്കലും പുറത്തു പറയരുത്. നമ്മുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ നാം പുറത്തു പറഞ്ഞാൽ അതുണ്ടാക്കുന്നത് വലിയ അപകടങ്ങളാണ്. കാരണം കുടുംബത്തിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് നാം അവിടെ കൊടുക്കുന്നത്. ആ കുടുംബത്തിൽ നാം ഉണ്ടാക്കുന്ന, കാരണം ഒരു ഉമ്മയും ഒരു മകനും ഉണ്ടായിരുന്നു. അവർ വല്ലാത്ത ദേഷ്യക്കാരാണ്. മകൻ എന്തു കാര്യത്തിനും ഉമ്മയോട് ദേഷ്യത്തോട് സംസാരിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ഉമ്മ ഇവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയാൽ ചെറിയ ചെറിയ കാര്യത്തിന് മകൻ ദേഷ്യപ്പെടുന്നു. മകനോട് ഉമ്മ പറഞ്ഞു, മോനെ, ഇനി മുതൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ ഒരുപാട് ആണികൾ കൊടുത്ത് പറഞ്ഞു, ഈ ആണി ചുമരിലേക്ക് ഇടിക്കണം. അങ്ങനെ എല്ലാ ആണികൾ ചുമരിലേക്ക് ഇടിച്ചിടിച്ച് അവസാനം ദേഷ്യം തീരുന്നില്ല. പിന്നെ ആണികൾ തീർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇനി ദേഷ്യം വരുമ്പോൾ അടിച്ച ആണികൾ തിരിച്ച് ഊരിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയെടുത്ത് നോക്കുമ്പോൾ മോനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ ചുമർ? പറഞ്ഞു, ഒരുപാട് പാടുകളാണ്. തീർച്ചയായും നീ ദേഷ്യത്തോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, അത് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത പാടുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ദേഷ്യം വരുന്ന സമയത്ത് നാം ആ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേഷ്യം വരുമ്പോൾ തീർച്ചയായും കുടുംബകാര്യങ്ങൾ പുറത്ത് മറ്റുള്ളവരും നാട്ടുകാരുമായി പങ്കിടുമ്പോൾ തീർച്ചയായും അതിൽ അപമാനപ്പെടുന്ന നാമാണ്. മുകളിലേക്ക് നോക്കി തുപ്പിയാൽ അത് മുഖത്തേക്ക് വീഴുമെന്ന് പറഞ്ഞതുപോലെ കുടുംബരഹസ്യങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. അതേപോലെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൗർബല്യങ്ങൾ. ഓരോ മനുഷ്യനും ഓരോ ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ തീർച്ചയായും അത് വലിയ അപകടത്തിലേക്ക് എത്തും. ആ ദൗർബല്യങ്ങളെ അവർ അത് കേട്ട് അത് രസിച്ചു ആ ദൗർബല്യത്തിലൂടെ നമ്മെ പരാജയപ്പെടുത്താനും നമ്മെ പരിഹസിക്കാനും നോക്കും.
ദൗർബല്യങ്ങൾ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായ ദൗർബല്യങ്ങൾ അയാൾ പരസ്യമാക്കാതെ രഹസ്യമാക്കി വെച്ചു. അയാൾ ഒരു കാലത്ത് ഉയർന്ന നിലയിലെത്തി. ആ ഉയർന്ന നിലയിലെത്തുമ്പോൾ ആ ദൗർബല്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുമ്പോൾ അയാളെന്നും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറി. ആ ദൗർബല്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലോ ജനങ്ങളെല്ലാം അത് അറിയുമായിരുന്നു. ഒരിക്കലും സുഹൃത്തുക്കളുമായി ഈ 5 കാര്യങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത്. ഈ 5 കാര്യങ്ങൾ ആരുമായി പങ്കുവെക്കരുത്. ഇത് അപകടത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നാം പറയുമ്പോൾ അത് നമ്മെ അപമാനത്തിലേക്കാണ് എത്തിക്കുന്നത്.